ആശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന ആള് എന്റെ അളിയനെ കാണാതെ പോയെന്നും പറഞ്ഞ ബിനോയ് എന്ന് പറഞ്ഞ ആള് ഞാനാ. പള്ളിയിലെ ഫിജോയുടെ ആണ്. ഈ എഴുതി വിടുന്നവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഈ നാട്ടിലൊരു ഭാഷ പറയും, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യം ഈ കല്ലറ തുറന്ന കളിയാനാ. ഈ കല്ലറയ്ക്ക് വേണ്ടി പരാതി കൊടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത കളിയാനാ. ഇതിന്റെ ഭാഷയായും മറ്റു കാര്യങ്ങളെല്ലാം ഒപ്പുവെച്ച കളിയാനാ. ഫോട്ടോ എടുത്ത കളിയാനാ. അച്ഛനെ അയച്ചു കൊടുത്ത കളിയാനാ. അച്ഛനോട് പറഞ്ഞ കളിയാനാ. ജനറൽ അച്ഛൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ കളിയാനാ. SIക്ക് മൊഴി കൊടുത്ത ഞാനാ. SI സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയത് ഞാനാ. ആ എന്റെ അളിയനെ കാണാതെ കാര്യം സത്യമാണ്. ഈ 2014 ഈ ചാനലുകാര് പറഞ്ഞു പിടിപ്പിച്ച വേറെ തരത്തിലാ. അതിനെക്കുറിച്ച് നിങ്ങൾ ലൈവ് കൊടുക്കുമെങ്കിൽ പറയാം. തനി നാടൻ ഭാഷ പറഞ്ഞ് ആറ്റിപ്പോയ വേറെ എവിടെയെങ്കിലും തപ്പിയായി കിട്ടിയല്ല എന്ന് കൂടെ ഒന്ന് പറഞ്ഞാറ്. അത്രേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. താങ്കളാണ് ഇത്തവണ ഇത് അല്ല കഴിഞ്ഞ ദിവസം തുറക്കുമ്പോൾ താങ്കൾ ഞാനല്ല തുറന്നു, ഞാൻ കഴിക്കാറുണ്ട്. ഞാനാ തുറന്നു. ഞാൻ ആദ്യം കമ്പിക്ക് കുത്തി തുറന്ന ആള് ഞാനാ, വേറെ ആരുമല്ല. അദ്ദേഹം ഇപ്പൊ എവിടെ പോയി എന്നൊരു ധാരണ. അത് എന്റെ പണിയല്ല, പോലീസിന് പണി. അവരന്വേഷിച്ച് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച കേസുണ്ടല്ലോ, അന്വേഷിക്കുന്നുണ്ടല്ലോ. അവർ കണ്ടുപിടിക്കും. ഞങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാണല്ലോ. കുറെ അന്വേഷിച്ചു. നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന്. അന്വേഷിക്കേണ്ടവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഈ ആളെ കാണാതായി കഴിഞ്ഞ് നിങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല. കാണാതായി കഴിഞ്ഞിട്ടല്ല ഈ പരാതിയും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ അമ്മയും ഇവരും എല്ലാം ഇതിന്റെ ഒപ്പ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അനാവശ്യമായിട്ട് സത്യം നിങ്ങളെ ഒരു സംശയത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ നല്ല ഭാഷ പറയേണ്ട വന്നത്. അല്ല, ഈ പള്ളിയിലെ കൈക്കാരനാണ്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പ്രചരണം നടത്തിയിരുന്നത്. അല്ല, ഞാനിത് പറയേണ്ട വന്നു. ഇല്ല, ഞാനിങ്ങനത്തെ ഭാഷ ഉപയോഗിക്കേണ്ട ആളല്ല, ഉപയോഗിക്കുകയില്ല. ഈ അവരുമായിട്ട് പിന്നെ ഒരു ആശയവിനിമയൊന്നും ഇല്ലായിരുന്നു. അല്ല, സാധാരണഗതിയിൽ കുടുംബങ്ങൾ തമ്മിൽ ചേർക്കാനും പെറുക്കാനും അല്ല ഒരുപാട് കഷ്ടപ്പെട്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ ഇത് പറഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് അത് ഇതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുടുംബത്തിനൊരു വിഷമമായി ഈ ഒരു എന്താന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ വിഷമെന്ന് പറഞ്ഞിട്ടുള്ള ഞാനല്ലേ ഇത് കണ്ടുപിടിച്ച് ഞാനല്ലേ പരാതി കൊടുക്കാന്ന് പറഞ്ഞ ആള്. പിന്നെ വേറെ കാര്യം, ഒരു വിവരം അറിയാതെ പേര് പരാതി കൊടുക്കാവൂ. ഒരു വിവരം അറിയാതെ ഒരാളുടെ പേര് പരാതി കൊടുക്കാവൂ. അറിഞ്ഞിട്ട് കൊടുക്കാം. അല്ല, ഈ ഒരാളുടെ പേര് പറഞ്ഞു കൊടുക്കുന്നതിന് ഇതിനിപ്പോ ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ അല്ലേ? അല്ല, ഞാൻ അന്വേഷണം വേണ്ടെന്നാണ്. ഇതിപ്പോ കണ്ടെത്തണ എന്റെയും കൂടെ ആവശ്യമാണ്. അല്ല, വേറെ ആരുടെ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലുകാരോട് ഈ ദുരൂഹത മാറേണ്ടത്. പിന്നെ അല്ലാതെ വെള്ളിയാഴ്ച ഞായറാഴ്ച രാവിലെ ഈ വാർത്ത വന്നപാടെ രാവിലെ തന്നെ ഞാൻ പുലിപ്പൂപ്പിനെ പോയി കണ്ടതാ. വക്കീൽമാർ പറഞ്ഞു, പിന്നെ DYFI FR വിളിച്ചു കഴിഞ്ഞ്